എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പണ്ഡിതനായ ആളോട് സാധാരണക്കാരനായ ഒരാളുടെ ഒരു സംശയം ചോദിക്കുകയാണ്. ഒരു പണ്ഡിതനോട് സാധാരണക്കാരായ ഒരാൾ ചോദിക്കുകയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഈ ചോദ്യം. ഈ ചോദ്യം മനുഷ്യരിൽ പല ആളുകൾക്കും സംശയമുള്ള ചോദ്യമാണ്, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്ന് പല ആളുകളും ഇന്ന് വഴിദൂരം വ്യതിചലിച്ചു പോയ ആളുകളുമുണ്ട്. ഇപ്പൊ ഡാൽവിന്റെ സിദ്ധാന്ത പ്രകാരം ഡാൽവിൻ ഒരു സൃഷ്ടാവിനെ കണ്ടെത്തിയത്, അങ്ങനെ ഒരു പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് മാത്രമല്ല, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അദ്ദേഹം കണ്ടുപിടിച്ചത് ഇവിടെ പരിണാമത്തിലൂടെ പല ഘട്ടങ്ങളായിക്കൊണ്ടാണ് മനുഷ്യർ രൂപം കൊണ്ടത്. അങ്ങനെയാണ് മനുഷ്യർ ഉണ്ടായത്. അതിന് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് കുരങ്ങിന്റെ ഒരു ഭാഗമാണ്. കുരങ്ങിനെ കാണിക്കും, പിന്നെ കുരങ്ങിങ്ങനെ രൂപം കൊണ്ട് പിന്നെ മനുഷ്യനായിട്ട് പുറത്തു വരുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. പല ആളുകളും ദൈവത്തിനെ പല രീതിയിലായി പല സങ്കല്പത്തിലായി ചിന്തിക്കുന്നവരും ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് എന്ന നിലക്ക് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ചിന്തിക്കുകയും, ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണോ, ഈ പ്രപഞ്ചത്തിന് ഉടമസ്ഥനുണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കുകയും ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ് മനുഷ്യർ. എന്തുകൊണ്ട്? ഈ മനുഷ്യർ ഇന്നില്ലെങ്കിൽ നാളെ ഏത് നിമിഷവും ഈ ഭൂമിയിൽ നിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് നേർക്ക് നേരെ കാണേണ്ടവനാണ്. ആ മരണത്തിന് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒന്നുമില്ല. മരണമാകുന്ന ഒരു സത്യം നമ്മുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നമ്മൾ മരിക്കുകയും പിന്നെന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം തോന്നും മനുഷ്യന്. എന്തുകൊണ്ട്? കാണുന്നില്ല. പല യുക്തിവാദികളും ചോദിക്കുന്നുണ്ട്, എന്നാൽ മരിച്ചവരെവിടെ? അവർ വന്ന് പറയട്ടെ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നുമില്ല. അത് ഒന്നുമില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ നിന്ന് മരണശേഷം ഒന്നുമില്ല എന്ന് തന്നെ അവർ വാദിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭൂരിപക്ഷം വിശ്വാസികളാണ്. യുക്തിവാദികൾ കുറച്ചാണ്, ഭൂരിപക്ഷം വിശ്വാസികളാണ്. പല മതത്തിലും വിശ്വസിക്കുന്നവർ, പക്ഷെ വിശ്വാസികളാണ്. വിശ്വാസം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. സങ്കല്പം എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിൽ സങ്കല്പിച്ചാലും എങ്ങനെ സങ്കല്പിച്ചാലും ആ സങ്കല്പത്തിൽ ഉള്ളത് ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം മനുഷ്യരും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ സത്ത എന്താണ്? ദൈവം എങ്ങനെയുള്ളവനാണ്? ദൈവത്തിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ്? മനുഷ്യൻ എന്ന സൃഷ്ടി എന്താണ്? മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്? എന്താണ് മനുഷ്യന്റെ ദൗത്യം എന്നൊക്കെ ചിന്തിക്കലും പഠിക്കലും മനസ്സിലാക്കലും ഒരു മനുഷ്യന്റെ ആവശ്യമാണ്. ഒരു പണ്ഡിതനോട് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വിവരിക്കുകയാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നൊരു ചോദിക്കുകയാണ്, ദൈവമുണ്ടോ, അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഉണ്ട് എന്നത് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. സാധാരണക്കാരായ ഒരാള് ചോദ്യം. ഇങ്ങനെ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചു. ചോദിക്കുന്നുണ്ട് എന്നല്ല, സങ്കല്പിക്കണ്ട, ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ അള്ളാഹു ഉണ്ട്.
നിരീശ്വരവാദികൾ പ്രത്യേകം കളിയാക്കാറ്. അപ്പോൾ ഈ അള്ളാഹു ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇയാൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണം. അതിന് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള ഖുർആൻ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ. ഈ വാശിയും വൈരാഗ്യവും ഇല്ലാതെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തും ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ സുഹൃത്തുക്കളിൽ ഉണ്ടാവും. പക്ഷെ അവർ പറഞ്ഞാൽ എന്താവും, ഒറ്റപ്പെടും ഞാൻ എന്ന് വിചാരിച്ചിട്ട് പറയാതെ അവരത് വിശ്വസിക്കാതെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്ക് നല്ല പരിചയമുണ്ട് എന്റെ ചങ്ങായിമാരിലൊക്കെ. അവർക്കൊക്കെ പറഞ്ഞത് അപ്പൊ അവരോട് നല്ല സ്നേഹത്തിൽ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ അത് അവരിഷ്ടമാണ്. കാരണം മതത്തിന്റെ കാര്യത്തിൽ ആർക്കും നിർബന്ധം ചെലുത്താൻ പറ്റൂല. നിർബന്ധം ചെലുത്തി കഴിഞ്ഞാൽ എന്താണ്, ആ വിശ്വാസം ശരിയാവൂല. എന്തായിരുന്നാലും ശരി, ഹൃദയത്തിൽ നിന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിക്കുന്നതാണ് വിശ്വാസം, അല്ലാത്ത വിശ്വാസമാവില്ല. അപ്പോൾ ചുരുക്കി പറയാന്, അപ്പൊ ഈ മനുഷ്യനോട് അവിടെ എത്തിക്കൊണ്ട് അവന്റെ ബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ചോദ്യം, അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അവനോട് പറയുന്നത്, നല്ല ഉറപ്പുള്ള നല്ല മിനുസമുള്ള ഒരു കോട്ട, നല്ല ഉറപ്പുള്ള മിനുസമുള്ള ഒരു കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ, വളരെ സംരക്ഷിക്കാൻ പണ്ടത്തെ രാജാക്കന്മാരും അതുപോലെ യുദ്ധത്തിന്റെ സമയത്തും രാജാക്കന്മാർ കോട്ടന്റെ ഉള്ളിലായിരിക്കും. യുദ്ധത്തിന് വന്നാൽ തന്നെ ഈ കോട്ടന്റെ ഉള്ളിൽ കടക്കാൻ സാധിക്കുകയില്ല. അപ്പൊ മൈസൂരിലൊക്കെ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ വേണ്ടി സാധിക്കും. എത്ര ആളതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയില്ല, എത്ര ആള് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതും അറിയില്ല. കാരണം അതൊക്കെ ഒരു രാജാക്കന്മാര് അവിടെ കുറെ ചിത്രങ്ങളും കലകളും പലതും ഉണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ മക്കൾക്കൊരു പടമായിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മുമ്പ് ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സുഖ സൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആസ്വദിച്ച ആളുകൾ. അപ്പൊ ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുഭാഗം കിടങ്ങായിരിക്കും. അത് കാണിച്ചു കൊടുക്കുക. അത് മൈസൂരത്തെ ആ കോട്ടക്കുണ്ട്, പാലക്കാടത്തെ കോട്ടക്കുണ്ട്. അപ്പൊ ആ ചുറ്റുഭാഗത്തെ അതില് ഇന്ന് പുല്ലും അതൊക്കെ മുളച്ച് കിടക്കുകയാണ്. ശരിക്കും അത് നന്നാക്കി വൃത്തിയാക്കി ലെവലാക്കിയാൽ പുല്ലും എല്ലാം ഉണ്ടെങ്കിലും അതിൽ വെള്ളം ഉണ്ടാവും. അതിൽ മുതലകളെ വളർത്തും. മുതലകളെ വളർത്തുന്നത് എന്തിനാണ്? വെള്ളത്തിൽ കൂടെ ചാടിയിട്ട് ആരും ഇപ്പുറത്തേക്ക് കോട്ടന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുതലകളെ വളർത്തുക. അപ്പൊ ഇതൊക്കെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു കോട്ട എങ്ങനത്താണ്? ഉറപ്പും മിനുസവുമുള്ള കോട്ട. അതിന് ആ കോട്ടക്ക് ജനലുകളില്ല, വാതിലുകളില്ല. ഈ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു ഉണ്ടോ, പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ലളിതമായ രീതിയിൽ. ഒരു പഴുതുമില്ല ഈ കോട്ടയ്ക്ക്, ഒരു പഴുതില്ല, ജനലില്ല, വാതിലില്ല, ഒരു പഴുതുമില്ല. അതിന്റെ ഉൾഭാഗം, അതിന്റെ പുറഭാഗം വെള്ള കളറ്, നല്ല തൂവെള്ള കളർ ഈ കോട്ടന്റെ പുറം ഭാഗം. അതിന്റെ ഉള്ളിലാകട്ടെ തങ്ക സ്വർണത്തിന്റെ കളർ. ഒരു ദിവസം ആ കോട്ടയുടെ ഭിത്തികൾ പൊളിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ജീവി പുറത്തു വരുന്നു. നല്ല സൗന്ദര്യമുള്ള, കണ്ണ് കാണുന്ന, കണ്ണിന് കാഴ്ചയുള്ള, ശ്വസിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവി. ഒരു കോഴിയുടെ മുട്ടയാണ് ഉപമിച്ച് കാണിച്ചു കൊടുത്തത്. സങ്കല്പിച്ച് ആ കാര്യം ഒരു കോട്ടയോട് ഉപമിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. അങ്ങനെയുള്ള ഒരു ജീവി പുറത്തു വരുന്ന ജീവനുള്ളത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഒരു സൃഷ്ടാവ് വേണ്ടേ? ഒരു സൃഷ്ടാവല്ലേ ഇതിനെ സൃഷ്ടിച്ചത്, ഇങ്ങനെ സംവിധാനിച്ചത്? ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ? തനിയേതുണ്ടായതാണോ?
എന്തെല്ലാം ഘട്ടങ്ങളാണ് അതിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്നീ സാധാരണക്കാരനായ അവളോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യമായി, ശരിയാണ്, പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്. ഒരു സൃഷ്ടാവില്ലാതെ ഇത് സംഭവം സാധിക്കുകയില്ല. ഒരു ചാണകം കണ്ടാൽ, ഒരു ചാണകമാണ് കാണുന്നതെങ്കിൽ ആ ചാണകം നോക്കിക്കൊണ്ട് ഇതിലെ ആനയാണോ പോയത്, ഒട്ടകമാണോ പോയത്, പശുവാണോ പോയത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തോ ഒരു ജീവി ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ആനയാകാം, ആനന്റെ പിണ്ടിയാണ് വരിക. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആന പോയിട്ടുണ്ട്, ആന ഉണ്ടായിരുന്നു, ഒരു തെളിവാണ്. ചാണകം കണ്ടാൽ പശു ഉണ്ടായിരുന്നു, തെളിവാണ്. ആടിന്റെ കാഷ്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആട് വർഗത്തിൽപ്പെട്ട സാധനം, മൃഗമുണ്ട്. അപ്പോൾ മനുഷ്യന്റെ കാൽപ്പാടുകൾ കണ്ടാൽ മനസ്സിലാക്കാം മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉള്ള കാര്യങ്ങൾ തനിയെ ഉണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഒരു സംശയത്തിന് തെളിവായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് അതേ രൂപത്തിൽ നല്ല രീതിയിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിസ്സാരമായി തള്ളരുത്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവൻ നിരീശ്വരവാദിയായിരുന്നു, ദൈവമില്ല അള്ളാഹുവില്ല എന്ന് പറയുന്നവനായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അവനെ കളിയാക്കിയിരുന്നു. പിന്നെയാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്. ഇപ്പൊ വളർന്നതിനനുസരിച്ച് ഞങ്ങളുടെ കൂടെയാണ് വളർന്നത്, കളിക്കണ്, ചിരിക്കണ്, ഒപ്പം നടക്കണ് എല്ലാം ഉണ്ടെങ്കിലും ഇവന്റെ മനസ്സിൽ അതാണ്. പക്ഷെ എല്ലാവരോടും അവൻ സംസാരിക്കൂല. എന്തുകൊണ്ട് സംസാരിക്കൂല? എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തുമെന്നൊരു ഭയം. എന്നാൽ അവൻ വിശ്വാസിയല്ല. ലാസ്റ്റാണ് അവൻ പറഞ്ഞതും പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചതും പിന്നെ നേരായ മാർഗത്തിൽ വന്നതും. അവൻ വലുതായപ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞത് എന്താണ്? നീ മരിച്ചാൽ നിന്നെ മയ്യത്തന്നെ മറമാടാൻ സമ്മതിക്കൂല, കാരണം നിനക്കൊക്കെ വേറെ സ്ഥലത്ത് മറമാടേണ്ടി വരും, നിങ്ങളൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് നിങ്ങളെ കുടുംബത്തേക്ക് അടുപ്പിക്കൂല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞാൻ പറയുന്നത് അങ്ങനെ കളിയാക്കുകയോ അവരെ കൊച്ചാക്കുകയോ ചെയ്യാതെ അവരുടെ സംശയം നമുക്ക് ദൂരീകരിച്ചു കൊടുക്കാൻ കഴിയൂല എങ്കിൽ പറ്റുന്ന ആളുകൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവരുടെ സംശയം ദൂരീകരിച്ചു കൊടുക്കും. ഇത്രയും മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ജീവിതമാണ്, നിസ്സാരമായ ജീവിതമാണ്. ഇവിടെ നേരം കളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം എത്ര സുഖത്തിൽ ജീവിച്ചാലും എത്ര സമ്പന്നനായാലും ഏതുവിധ മെത്തയിൽ കടന്നാലും കാറ്, ബംഗ്ലാവ്, എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും മരണം എന്നൊരു കാര്യത്തിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. ഇന്നിപ്പോ എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ആള് അറ്റാക്ക് ആയിക്കൊണ്ട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇന്ന് ചെക്കപ്പും കാര്യത്തിനും മാത്രം 1.5 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ബാക്കി കറക്റ്റാണ്. അപ്പൊ ആ സന്ദർഭത്തിലും ഇനി അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും. ആരോഗ്യവാനായി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്തുക. സുന്ദരവും സമാധാനമായി ജീവിക്കുക. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു, മതങ്ങൾ എന്താണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ബൈബിൾ ഇതിങ്ങനെ വായിക്കലും, ഈ ബൈബിൾ വായിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതുകൊണ്ടൊരു ഞാൻ ഇപ്പോൾ ഒരു മുസ്ലിമാണ്, ഞാനിത് വായിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആകൂല. അതേപോലെ തന്നെ നിങ്ങളൊരു ഖുർആൻ പരിഭാഷ അത് വായിക്കുന്നതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകൂല. അത് നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ നമ്മൾ അറിയണം, എല്ലാവരും പറയുന്നത് പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നാണ്. അപ്പൊ ആ സൃഷ്ടാവിനെ കണ്ടെത്താൻ നമ്മൾ മെനക്കെടണം. എന്നിട്ട് ഇഷ്ടം നമ്മളതാണ്. ഇത്രമാത്രം പറയുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു എല്ലാവർക്കും നേർമാർഗം കാണിച്ചു തരട്ടെ. നല്ലവരായി ജീവിക്കുക, മറ്റുള്ളവർക്ക് സമാധാനം നൽകുക, സ്വന്തം സമാധാനത്തോടെ ജീവിക്കുക. തെറ്റായ മെസ്സേജുകൾ ആര് തന്നെ മതത്തിനെ കുറിച്ച് പറഞ്ഞാലും അത് അവരുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കുക. പ്രശ്നങ്ങളും പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.